വെറുതെ വന്നിട്ട് ഇങ്ങനെ തെള്ളാവോ ജയിക്കെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇതാണ് കിട്ടേണ്ട സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം. കേരളത്തിന് അരി നൽകിയവ പ്രളയബാധിതർക്കായിട്ടുള്ള മലയാളികൾക്ക് അരി നൽകിയ വകയിലെ 205.81 കോടി രൂപ യൂണിയൻ ഗവൺമെന്റ് കേരളത്തോട് പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നു. അല്ലാതെ ഒരു RSS നേതാവിന്റെ തറവാട്ടിൽ അയാളുടെ കാരണവർ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തിന്റെ വിഹിതമല്ല മലയാളി ചോദിക്കുന്നത്. അതിന് മുമ്പ് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി വീണ എസ് നായർക്ക് വലിയ ഭയം തോന്നുന്നു. നിങ്ങൾ എന്തിനാണ് ഭയക്കേണ്ടുന്നത്? മതമാണ് പ്രശ്നം, മതമാണ് മുഖ്യം എന്ന് പ്രസംഗിച്ച KM ഷാജി നിങ്ങൾ ഭയക്കൂ. നിങ്ങൾക്കൊപ്പം ഇപ്പോൾ പുതിയ കൂട്ടുകാർ ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയുമാണ് നിങ്ങൾ ഭയക്കേണ്ടത്, വീണയെപ്പോലുള്ളവർ. അല്ലാതെ നിങ്ങൾ ഭയക്കേണ്ടത് നരേന്ദ്രമോദിയല്ല. ഇത്തരത്തിലുള്ള ഭയങ്ങൾ നിങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് നിങ്ങളുടെ നേതാക്കന്മാരാണ്. നിങ്ങൾ അവരെ ഭയക്കൂ. പിന്നെ മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞാൽ അത് മുസ്ലിമിനെതിരെയാണെന്നുള്ള പ്രചരണമൊന്നും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ പരിഭാഷയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗിനെതിരെ പറയുന്നതെല്ലാം മുസ്ലിമിനെതിരെയാണെന്ന് നിങ്ങൾ അങ്ങനെ അതിൻ്റെ അട്ടിപ്പറവകാശമൊന്നും ഈ കേരളത്തിലെ മുസ്ലിങ്ങളുടെ അട്ടിപ്പറവകാശമൊന്നും മുസ്ലിം ലീഗിന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അങ്ങ് ഭയക്കേണ്ടുന്നത് അങ്ങേക്കൊപ്പം അങ്ങയുടെ നേതാക്കന്മാർക്കൊപ്പം കൂട്ടുകൂടിയിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ ഭയക്കണം. മതരാഷ്ട്രവാദം ഉയർത്തുന്ന വെൽഫെയർ പാർട്ടിയെ നിങ്ങൾ ഭയക്കണം. നിങ്ങൾക്കൊപ്പം അധികാരം കിട്ടിയാൽ ഞങ്ങൾക്ക് 7 മന്ത്രിമാർ വേണം എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗിനെ നിങ്ങൾ ഭയക്കണം. അല്ലാതെ ഞങ്ങളെ ഭയക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ജയ്ക്ക് ഇവിടെ എയിംസ് പ്രഖ്യാപിച്ചു, അതിവേഗ റെയിൽ പ്രഖ്യാപിച്ചു. ഇതൊക്കെ എവിടെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞേക്കുന്നത്? ആ ക്ലിപ്പിംഗ്സ് മധുവിൻ്റെ കയ്യിലുണ്ടോ? എയിംസ് ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ട് എയിംസ് പ്രഖ്യാപിക്കും എന്ന്, അല്ലെങ്കിൽ മോഡിജി പ്രഖ്യാപിക്കുന്നത് രാജേന്ദ്ര ശർമ്മ പറഞ്ഞ ക്ലിപ്പുണ്ടോ അങ്ങടയിൽ? അല്ലെങ്കിൽ അതിവേഗ റെയിൽ നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് ഞങ്ങൾ അതിവേഗ റെയിൽ പ്രഖ്യാപിക്കും എന്ന് പറയുന്ന ക്ലിപ്പ് അങ്ങടയിലുണ്ടോ? അപ്പോൾ അതൊന്നും ഇല്ലല്ലോ. പിന്നെ ഇവിടെ എന്താണ് ദുരന്ത സമയത്ത് കൊടുത്ത അരിയുടെ പൈസ വരെ വാങ്ങിച്ചു, അതൊക്കെയാണ് ജയിക്കിന്റെ ആരോപണം. എവിടെയാണ് ജയിക്ക്? ഇതിന് എന്തെങ്കിലും രേഖയുണ്ടോ? ചുമ്മാ വന്നിട്ട് ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് വെറുതെ മണ്ടത്തരം വിളമ്പരുത്. അതിനകത്ത് പിന്നെ ഇത് പ്രഖ്യാപിക്കും എന്നത് എവിടെയാണ് പറഞ്ഞേക്കുന്നത്? അല്ലെങ്കിൽ അരിയുടെ പൈസ വാങ്ങിച്ചതിന്റെ കണക്ക് എവിടെയാണ്? പിന്നെ അങ്ങ് പറയുന്നത് രണ്ടാമത്തെ കാര്യം, ഇവിടെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു എന്നുള്ളത്. നിങ്ങളെന്തോ ഒരു മിനിറ്റ് അല്ല, ഞാൻ തീർക്കണം. ഒരു മിനിറ്റ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് രാജു സാർ ഒരു അവസരം തന്നാൽ എന്റെ ഉറപ്പ്, BJP NDA ഉറപ്പ്, ആദ്യത്തെ 45 ദിവസത്തിൽ ഇത് നേരത്തെ കേട്ടതിന്റെ ബാക്കി. അതായത് ഇലക്ഷൻ പ്രചാരണത്തിന്റെ സമയത്ത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇനി കഴിയട്ടെ, നിങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേണ്ടി 1-2 വർഷമായില്ലേ? അപ്പൊ എന്തായിരുന്നു നിങ്ങൾക്ക് ഒരു MBA തന്നാൽ എന്തായിരുന്നു നിങ്ങളുടെ വാഗ്ദാനം? ഒരു മിനിറ്റ്, എയിംസ് കേരളത്തിൽ വരും. എന്റെ ആഗ്രഹം അത് തിരുവനന്തപുരത്ത് വരണം എന്നാണ്. അവിടെ എവിടെയാണ് പ്രധാനമന്ത്രി തദ്ദേശ തെരഞ്ഞെടുപ്പ് എവിടെയാണ്? ഞാൻ പറയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ സമയത്ത് നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാനത്ത് ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിൽ പ്രചാരണത്തിന്റെ സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണിത്. ഒരു മിനിറ്റ്, ഇനി തിരുവനന്തപുരത്തിന്റെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന നിങ്ങളുടെ വികസന രേഖയിൽ, നിങ്ങളുടെ ബ്ലൂ പ്രിന്റിനകത്ത് ഈ പറയുന്ന എയിംസ് ഇല്ല എങ്കിൽ ശരി, എയിംസ് ഇല്ല എങ്കിൽ ശരി, എനിക്ക് തർക്കമില്ല. ഇനി വേറെ ഒന്നും കൂടി ഈ എയിംസ് എന്ന് നിങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാത്രമല്ല ജിതിൻ പറഞ്ഞത്. നിങ്ങൾക്ക് തൃശ്ശൂർ നിങ്ങൾ അങ്ങ് എടുക്കാൻ നേരത്ത് പറഞ്ഞു നിങ്ങൾക്ക് എയിംസ് അവിടെ വരുമെന്ന്. ആലപ്പുഴയാണ് അതിന് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്ന് നിങ്ങളുടെ MP പറയുന്നു. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ തന്നെ ആകണമെന്ന് നിങ്ങളുടെ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. നിങ്ങൾക്ക് വരാനിരിക്കുന്ന അല്ല, തിരുവനന്തപുരത്ത് പ്രചാരണത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരത്താണ് ആഗ്രഹം, ആലപ്പുഴയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ആലപ്പുഴയിലാണ് ആഗ്രഹം. നിങ്ങൾക്ക് എവിടെന്നെങ്കിലും വണ്ടി കയറിയിട്ടില്ലാത്ത ഒരു എയിംസും ഉണ്ട്, നാട് മുഴുവൻ രാഷ്ട്രീയ പ്രചാരണ വേദികളും ഉണ്ട്. എന്ത് ചെയ്യാനാണ്? മാധുവിന് ഒരു കാര്യം, BJP പ്രതിനിധി എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു, കേരളത്തിൽ എയിംസ് വരും. മാധുവിന് എയിംസ് കാണാൻ സാധിക്കും. അങ്ങയുടെ മാധ്യമ പ്രവർത്തന ജീവിതത്തിന്റെ എയിംസ് വളരെ താമസിയാതെ, അതിവേഗം, വെരി സൂൺ, വെരി ഇമ്മീഡിയറ്റ് അങ്ങേക്ക് കാണാൻ സാധിക്കും. ഇതൊരു അത്ഭുത പ്രതിഭാസമൊന്നുമല്ല എയിംസ് എന്ന് പറയുന്നത്. അങ്ങ് പറയുന്ന കേട്ടാ അങ്ങ് കവടി നിരത്തി വെച്ചിട്ട് ഒരു മിനിറ്റ്, കേരളത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും, അത് എയിംസ് ആണ്, അത് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് കാണാൻ കഴിയുമെന്ന് പറയുന്ന രീതിയാണ്. സംസ്ഥാനത്തിന് മറ്റു സംസ്ഥാനങ്ങളെ പോലെ തന്നെ ഏറ്റവും അർഹതയുള്ള, ഏറ്റവും അനിവാര്യമായി കിട്ടേണ്ടുന്ന, എത്രയും പെട്ടെന്ന് കിട്ടേണ്ടുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു കാലത്ത് വരും എന്ന് ഇത്ര അഭിമാന ബോധത്തോടു കൂടി പറയേണ്ടി വരുന്നത്. അതിവേഗം മാധുവിന്റെ കൺസേൺ എനിക്ക് മനസ്സിലാവുന്നു. കേരളത്തിന് എയിംസ് വേണം. ആ എയിംസ് ഞാൻ തിരഞ്ഞെടുപ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ വോട്ടുള്ള ആളല്ലെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ എനിക്ക് കാണിച്ചു തരണ്ട. വോട്ട് ചെയ്തവരുടെ ഭാഗമാണോ നെയ്യാറ്റിൻകര? അല്ല, തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രചാരണത്തിന്റെ സമയത്ത് പറഞ്ഞതും അതിനു മുൻപ് മറ്റൊരു സ്ഥലവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും എല്ലാം കൂടിയാണ് ഞാനിപ്പോ കേൾപ്പിച്ചത്. അങ്ങനെ പറയാം. അല്ലാതെ തിരുവനന്തപുരം
തിരുവനന്തപുരത്ത് വന്നിട്ട് നരേന്ദ്രമോദി എയിംസ് പ്രഖ്യാപിക്കും അതിവേഗ റെയിൽ എന്ന് പറഞ്ഞ ജയിക്ക് പറഞ്ഞ ഞാൻ അംഗീകരിച്ചു കൊടുക്കും. ജയിക്ക് പറഞ്ഞതാണ്, ജയിക്ക് പറഞ്ഞതാണ്, ഞാനല്ല പറഞ്ഞത്. ഇന്നലെ മറ്റൊരു ചാനല് ഞങ്ങളുടെ ഏറ്റവും വലിയ ഫ്ലാഷ് ന്യൂസ് ഒരു നറേറ്റീവ് ഉണ്ടാക്കുകയാണ്. കൊല്ലം തിരുവനന്തപുരത്ത് വന്നിട്ട് കൈവീശിയല്ലല്ലോ വന്നത്. പ്രധാനമന്ത്രി സ്വാനിധി പദ്ധതി ഇന്നേ വരെ ജീവിതത്തിൽ ക്രെഡിറ്റ് കാർഡ് സ്വപ്നം കാണാൻ സാധിക്കാത്ത പാവങ്ങളിൽ പാവങ്ങളായ 14,000-ഓളം പേർക്ക് അങ്ങനെ പറയല്ലേ. ഇവിടെ വരുമ്പോൾ എന്താ വേണ്ടുന്നത്? അകമഴിഞ്ഞ പിന്തുണ. കേരള തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഒരു ഏറ്റവും മികച്ച ടൗണുകളിൽ ഒന്നാക്കി മാറ്റും, നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റും പറഞ്ഞത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. ഒരു മിനിറ്റ് മാധു, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ എന്തോ 2 ദിവസമായിട്ട് ട്രെൻഡിങ് ആയിരുന്നു. എന്താണ് ആസ്ക് മോഡി? എന്തോ ഇതാണ് ട്വിറ്ററിന്റെ എക്സിന്റെ ട്രെൻഡിങ്. ഇതിനകത്ത് എവിടെയെങ്കിലും മാധു കാണുന്നുണ്ടോ ഇവരുടെ ഈ ക്യാമ്പയിൻ ആസ്ക് മോഡി ട്രെൻഡിങ് ചെയ്തിരുന്നത്? വെറുതെ വന്നിട്ട് ഇങ്ങനെ തെള്ളാവോ ജയിക്കെ? എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇതാണ് ട്വിറ്ററിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാണ്. കാരണം ഇത് വന്ന് CPM പ്രതി പറഞ്ഞാൽ എനിക്കറിയാം. ഒന്നുമില്ല, ആകെ കടകംപള്ളി സുരേന്ദ്രനും കുറച്ച് സഖാക്കന്മാരും പോസ്റ്റ് ഇട്ട്. പക്ഷേ റെയിൻകോട്ട് വാങ്ങിക്കാനൊന്നും എന്തായാലും പ്രധാനമന്ത്രി കാശ് തരാൻ പോകുന്നില്ല. അത് ആ കടകംപള്ളി പറഞ്ഞു കൊടുത്തായിരുന്നു. മനസ്സിലായില്ല, വ്യക്തമാക്കാം. ആരാണ് റെയിൻകോട്ട് ചോദിച്ചത്? ആരാണ് ഫോണിലൂടെ റെയിൻകോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരാണെന്ന് അങ്ങ് പരിശോധിച്ചാൽ ശ്രീ ജെക്സി തോമസ്, കൗതുകകരമായ ഒരു കാര്യം ശ്രീ വി ശിവൻകുട്ടിയുടെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പുള്ള ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ മേയറെ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല എന്നതിലുള്ള അദ്ദേഹത്തിന്റെ വിയോജിപ്പ് പരസ്യമാക്കുകയാണ്. ഞങ്ങളുടെ മേയറെ ഞങ്ങൾ ക്ഷണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കമ്മ്യൂണിസ്റ്റ് എന്ന് ചോദിക്കില്ലേ? അത് മേയറെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഇപ്പോ നമ്മുടെ പബ്ലിക് ഡൊമൈന് മുമ്പിൽ പല മാധ്യമങ്ങളുടേതായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ ആ കാര്യത്തിലേക്ക് വരിക തന്നെ ചെയ്യാം. പക്ഷേ ബഹുമാന്യനായ BJPയുടെ പ്രതിനിധി അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ അവസരത്തിൽ ഈ പ്രളയകാലത്ത് അരിയുടെ തുക കേരളത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോയില്ലേ സഹായം നൽകാതെ. ഞാനത് പറയുമ്പോൾ അദ്ദേഹം എന്നെ ആക്ഷേപിച്ചത് മണ്ടത്തരം പറയുന്നു, അല്ലെങ്കിൽ എവിടുന്നോ കേട്ടിട്ട് വന്നിട്ട് ഈ ടെലിവിഷൻ സംവാദത്തിൽ വന്ന് തള്ളുന്നു, ഇങ്ങനെയൊക്കെയാണ്. ഞാൻ മനസ്സിലാക്കുന്നു മാതൃഭൂമി പോലെ നമ്മുടെ നാട്ടിൽ ആളുകൾ കാണാൻ താല്പര്യപ്പെടുന്നൊരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ ഫ്ലോറിൽ നമ്മളൊക്കെ ചർച്ചയ്ക്കിരിക്കുമ്പോൾ അല്പം കൂടെ സ്വീകാര്യതയും മാന്യതയും ഒക്കെയുള്ള വാക്കുകളും പ്രയോഗങ്ങളും നമുക്ക് പരസ്പരം ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങേക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. എന്തായാലും അങ്ങ് ചോദിച്ച ചോദ്യത്തിന് അതിൻ്റെ മറുപടി മാതൃഭൂമിയുടെ ദിനപത്രം തന്നെ പ്രസിദ്ധീകരിച്ച വാർത്ത ഞാൻ ആങ്കറുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ PCR സമക്ഷത്തേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങ് ആ വാർത്ത ഒന്ന് സംപ്രേഷണം ചെയ്യുവോ അല്ലെങ്കിൽ ആ വാർത്തയെ സംബന്ധിച്ചൊരു വാചകമെങ്കിലും പറയുകയോ ചെയ്താൽ BJP പ്രതിനിധിക്ക് ഇതിനെ സംബന്ധിച്ചുള്ള ഞാൻ പറഞ്ഞത് മണ്ടത്തരമാണോ? 205 കോടി അതിൽ അലൗട്ട് ചെയ്ത തുക തിരികെ വാങ്ങാൻ ഉള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അന്ന് മാതൃഭൂമി അടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. അതിലൊന്നും ഒരു തർക്കവുമില്ല ജേക്ക്. യെസ്, ഞാൻ അതിനകത്ത് അപ്പൊ BJP പ്രതിനിധിയുടെ ആശങ്കകൾക്ക് ഞാൻ അങ്ങ് മണ്ടത്തരം പറഞ്ഞത് ഞാൻ പറയില്ല കേട്ടോ. കാരണം ഞാൻ രാഷ്ട്രീയം പഠിച്ചത് അങ്ങയുടെ സ്കൂളിൽ നിന്നല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷെ മാതൃഭൂമിയുടെ വാർത്തയുടെ ആദ്യ വാചകം പ്രേക്ഷകർ നിർബന്ധമായും ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണ്? മാതൃഭൂമിയുടെ രാജ്യ തലസ്ഥാനത്ത് ന്യൂഡൽഹിയിൽ നിന്നുള്ള വാർത്താ സംഘം റിപ്പോർട്ട് ചെയ്യുന്നു, ദ സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ഇഷ്യൂഡ് ആൻ അൾട്ടിമാറ്റം ടു ദ കേരള ഗവൺമെന്റ് warning of action over non-payment of rupees 205.81 crore for the rice allotted as flood relief during 2018-19. If the state fails to settle the amount, the center will recoup the amount from SDRF. അതായത് 2018-19 പ്രളയകാലയളവിൽ കേരളത്തിന് അരി നൽകിയവ പ്രളയബാധിതർക്കായിട്ടുള്ള മലയാളികൾക്ക് അരി നൽകിയ വകയിലെ 205.81 കോടി രൂപ യൂണിയൻ ഗവൺമെന്റ് കേരളത്തോട് പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നു. അത് നൽകിയില്ലെങ്കിൽ എന്താണ് അൾട്ടിമാറ്റം എന്ന് മാതൃഭൂമിയുടെ രാജ്യ തലസ്ഥാനത്ത് ന്യൂഡൽഹിയിലെ വാർത്താ സംഘം റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയുടെ പ്രധാനപ്പെട്ട വാചകം എന്താണ്? ഈ പൈസ കേരളം നൽകിയില്ലെങ്കിൽ, ഏത് നമ്മൾ പ്രളയത്തിൽ ദുരിതം അനുഭവിച്ച മലയാളികൾക്ക് അരി കൊടുത്ത വകയിലുള്ള 205.81 കോടി കേരളത്തിലെ ഗവൺമെന്റ് നൽകിയില്ലെങ്കിൽ നമ്മുടെ SDRF ഫണ്ടിൽ നിന്ന് അത് പിടിച്ചെടുക്കും. അല്ലേ? ഇവരാരാ? ഇവർ പിടിച്ചു പറയുന്ന സംഘമാണോ? നമ്മുടെ നാട്ടിൽ ഈ യൂണിയൻ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? എന്റെയും ആങ്കറുടെയും ചർച്ചയിലിരിക്കുന്ന ആളുകളും ഒക്കെ ഇറച്ചിയും പാലും മുട്ടയും മീനും പച്ചക്കറിയും പലവ്യഞ്ജനവും വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന നികുതി, ആ നമ്മുടെ വിയർപ്പിപ്പ്, ആ വിയർപ്പിന്റെ ഓഹരിയാണ് നമ്മൾ ചോദിക്കുന്നത്. അല്ലാതെ ഒരു RSS നേതാവിന്റെ തറവാട്ടിൽ അയാളുടെ കാരണവർ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തിന്റെ വിഹിതമല്ല മലയാളി ചോദിക്കുന്നത്. അത് പറയുമ്പോഴോ അത് ആന്ധ്രയ്ക്ക് നൽകും, തമിഴ്നാടിന് നൽകും, സിക്കിമിന് നൽകും, UPക്ക് നൽകും, പ്രയാഗ്രാജിന് നൽകും. പക്ഷെയോ വയനാട് ഉൾക്കൊള്ളുന്ന കേരളത്തിന് അണാ പൈസ നൽകില്ല. ഇങ്ങോട്ട്
ഇങ്ങോട്ടേക്ക് അരി കൊടുത്തകച്ചാൽ, ഇങ്ങോട്ടേക്ക് കുടിവെള്ളം കൊടുത്തകച്ചാൽ, ഇങ്ങോട്ടേക്ക് പുറപ്പെടുന്ന വിമാനത്തിൽ ഇന്ധനം ഒഴിച്ചാൽ അതിന്റെ പണം മര്യാദയ്ക്ക് തന്നില്ലെങ്കിൽ SDRF എന്ന് പറയുന്ന കേരളത്തിന്റെ പോക്കറ്റിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോകും. ഇത് കാണിക്കുന്നത് ശുദ്ധം മര്യാദകേടല്ലേ? എന്തുകൊണ്ട് ഇത് കാണിക്കുന്നു? ഈ ചോദ്യമാണ് ഉയർന്നു വരുന്നത്. അപ്പൊ പറയുകയാണ് ഇത് മണ്ടത്തരമാണെന്ന്. ഇത് മണ്ടത്തരമാണെങ്കിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ ആ മണ്ടത്തരം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ ഏഴയലത്തേക്ക് ഇപ്പോഴും സംഘപരിവാരത്തെ അടുപ്പിക്കാത്ത സംസ്ഥാന രാഷ്ട്രീയ മണ്ഡലമാക്കിയിട്ട് ഇപ്പോഴും കേരളം നിലനിൽക്കുന്നത്. ഇത് പറയുമ്പോഴോ എന്നിട്ട് ഞാൻ എത്ര കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. എയിംസിനെ കുറിച്ചും അതിവേഗ റെയിലിനെ കുറിച്ചും ഒന്നും പറഞ്ഞത് ഞാനല്ല. അങ്ങയേക്കാൾ വലിയ അങ്ങയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന നേതാക്കന്മാർ തൃശ്ശൂരും ആലപ്പുഴയിലും തിരുവനന്തപുരത്തും മാറി മാറി പൊതുയോഗം നടത്തി സംവാദങ്ങളിൽ പങ്കെടുത്ത് കേരളത്തിലെ ജനങ്ങളോട് പറയുന്ന വാചാടോപമാണ്, പച്ച നുണയാണ്. അതിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചതാണ്. ഓർമ്മിപ്പിക്കുമ്പോൾ അങ്ങേക്ക് പൊള്ളലുണ്ടാവുക സ്വാഭാവികം. പക്ഷേയോ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നത് എന്തുകൊണ്ട് കേരളത്തിന് കിട്ടുന്നില്ല എന്നുള്ളത് ഉള്ളുനൊന്ത പ്രതിഷേധത്തോടു കൂടെ മലയാളി ചോദിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾ ഈ ഭൂപടത്തിന്റെ ഭാഗമല്ലേ എന്ന് ചോദിക്കേണ്ട അന്തരീക്ഷം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ചെയ്യുകയല്ലേ. നമ്മുടെ നാട് നേടിയെടുത്ത നല്ല മുന്നേറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് അതുകൊണ്ട് കേരളത്തിന് പണം നൽകേണ്ടതില്ല എന്ന ശത്രുതാ സമീപനമല്ല സ്വീകരിക്കുന്നത്. അല്പാഴ്ചകൾക്ക് പുറകിൽ ഇപ്പൊ വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ ഇവിടെ വന്ന് സംസാരിച്ചു പോയല്ലോ. കോഴിക്കോട് IIM ഡയറക്ടർ ഡോക്ടർ ദേബാഷിസ് ചാറ്റർജിയുടെ അഭിമുഖം എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ചു. അഭിമുഖത്തിന്റെ ലീഡ് വാചകം BJP നേതാവ് ശ്രദ്ധിക്കണം. നിങ്ങൾ ഇൻഡോർ നഗരസഭയാക്കി തിരുവനന്തപുരത്തെ മാറ്റുമെന്നല്ല നിങ്ങൾ പറഞ്ഞത്. എന്താ ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ കേരളവും തമ്മിലുള്ള താരതമ്യം? CPM-കാരനല്ലാത്ത ഇടതുപക്ഷാഭിമുഖ്യം തെല്ലുമില്ലാത്ത ദേബാഷിസ് ചാറ്റർജിയുടെ അഭിമുഖത്തിലെ ലീഡ് വാചകം അദ്ദേഹം പറയുന്നത് ഡോണ്ട് ട്രൈ ടു കൺഫ്യൂസ് മീ, എഡ്യൂക്കേഷൻ സിസ്റ്റം ഓഫ് കേരള ഷാൽ ബി കമ്പയർഡ് വിത്ത് നോർത്തേൺ യൂറോപ്പ് എന്നാണ്. അതിന്റെ ഹെഡിങ് അതാണ്. എന്താണ് പറയുന്നത്? ഇന്ത്യയിലെ ഏറ്റവും പ്രൗഢഗംഭീര വിദ്യാഭ്യാസ സ്ഥാപനമായ IIM കോഴിക്കോട് ഡയറക്ടർ പറയുകയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം സമീകരിക്കേണ്ടത്, തുലനം ചെയ്യേണ്ടത് യൂറോപ്പുമായിട്ടാണെന്നുള്ളത്. ആ നേട്ടം നേടിയെടുത്ത സ്കൂൾ ഡ്രോപ്പ് ഔട്ട് റേറ്റില് യൂറോപ്പിനോട് കടപിടിക്കാൻ കഴിയുന്ന മികവ്, അതോടൊപ്പം തന്നെ അന്തർദേശീയ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ രംഗം, ഇതൊക്കെ നേടിയെടുത്ത കേരളത്തിനാണ് എന്ത് നൽകുന്നത്? SSIയുടെ ഫണ്ട് നൽകില്ല, ഇവിടുത്തെ സ്കൂളുകൾ കുട്ടിച്ചോറാക്കും എന്നിവർ പ്രഖ്യാപിക്കുന്നത് ഇല്ലേ? കർഷകർക്ക് കിട്ടിയതായിട്ട് 2020 മുതൽ കിട്ടിയിട്ടില്ല. ശരി.